Adina Accounts. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന് മുന്നേ നമുക്ക് പെർസെന്റേജിന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിക് വീഡിയോസ് ഒന്ന് കാണാം. ഓക്കെ, ബിക്കോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ പെർസെന്റേജിന്റെ ഫ്രാക്ഷണൽ വാല്യൂസ് ഒക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ സെക്ഷൻസ്, നമുക്ക് ടോപ്പിക് സബ് ടോപ്പിക് ടു ബി ഇൻക്ലൂഡഡ് അണ്ടർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കി, ബേസ്ഡ് ഓൺ ദ ഗെയിൻ ഓർ ലോസ്. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓർ ഡിസ്കൗണ്ട് എന്നാണ് നമ്മുടെ ഹെഡിങ് അല്ലെ, അതായത് നമ്മുടെ ടോപ്പിക്കിന്റെ നെയിം. അതായത് നമ്മുടെ പ്രോഫിറ്റിനെ സംടൈംസ് ഇറ്റ് ഇസ് ബീൻ കോൾഡ് ആസ് ഗെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഗെയിൻ ആൻഡ് ലോസ് പെർസെന്റേജ്, എൻ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടാവും, A buys 8 chocolates at the rate of ₹10 and he sells the 10 top chocolate at the ₹8. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മിക്സഡ് ആയിട്ടുള്ളത് കാണാം അല്ലെ. അല്ലെങ്കിൽ 6 lemons is being purchased at ₹10 and at what price he should sell to get an 100% discount or 100% profit. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് n ആർട്ടിക്കിൾസ്. അല്ലെങ്കിൽ ഞാൻ n നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് ഡിനോട്ട് ചെയ്യാനുള്ള കാരണം എന്താ, ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ആവാം, ബുക്ക് ആവാം, ലെമൺസ് ആവാം, ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സ് ആവാം, വാട്ട് എവർ. ഓക്കെ, ഇനി അടുത്തത് ബേസ്ഡ് ഓൺ CP ആൻഡ് SP. അതായത് നമുക്ക് കോസ്റ്റ് പ്രൈസ് ഒന്നില്ലെങ്കിൽ തന്നിട്ടുണ്ടാവും, ഒരു പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് തന്നിട്ടുണ്ടാവും. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. ഓക്കെ, then buying 2 articles with the same CP. അതായത് a man purchased an article on the based on same cost price. Okay, one he sells at 20% profit and one he sells at 25% loss. Find the total profit incurred in the transactions അല്ലെങ്കിൽ in the total business. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അതായത് രണ്ടിന്റെയും കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. പിന്നെ എന്താ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, ബൈയിങ് 2 articles with the same selling price. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലത്തെ എക്സാമ്പിളില് നമ്മൾ കോസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞിരുന്നത് അല്ലെ, അവിടെ എന്തായിട്ട് വരാം, സെല്ലിംഗ് പ്രൈസ് വരാം, പ്രോഫിറ്റ് പെർസെന്റേജ് ലോസ് പെർസെന്റേജ് തരാം, അല്ലെങ്കിൽ പ്രോഫിറ്റും തരാം, വാട്ട് എവർ. അങ്ങനെ രണ്ടിൽ കൂടുതൽ ആർട്ടിക്കിൾസ് വെച്ചിട്ടും തരാം. ഓക്കെ, ഇനി selling the articles with a gain or loss percentage at what percentage price. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് A sell an articles at ₹100 if he would have sell it at 10% profit, what would be the profit incurred? അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അത് കോസ്റ്റ് പ്രൈസോ ലോസ് പെർസെന്റേജോ എല്ലാം വെച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, ബേസ്ഡ് ഓൺ ദ സക്സസീവ് സെല്ലിംഗ്. നിങ്ങൾക്ക് A sell an article to B and B sell an article to C and C sell an article to D. So ഇതിന്റെ ഇടയിൽ നമുക്ക് either it can be profit or it can be loss. അപ്പോൾ ഇതിനെയാണ് സക്സസീവ് എന്താന്ന് പറയുന്നത്, സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. Then marked price and discount, important, another one. ഞാൻ പറഞ്ഞ ഹെഡിങ്ങിൽ എന്താ എഴുതിയിരിക്കുന്നത്, പ്രോഫിറ്റ് ലോസ് ഓർ ഡിസ്കൗണ്ട് അല്ലെ. അപ്പൊ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലേബിൾഡ് പ്രൈസ്, അതിന് ബേസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ഓഫേർഡ് ഓൺ ദ ലേബിൾഡ് പ്രൈസ്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. സക്സസീവ് ഡിസ്കൗണ്ട്, ഒന്നല്ലാതെ ഒന്നിൽ കൂടുതൽ ഡിസ്കൗണ്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് വരാം. Then based on price or price increase or decrease. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പെർസെന്റേജിൽ പറഞ്ഞതുപോലെ ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ കൺസപ്ഷൻ കുറഞ്ഞു. അപ്പോൾ ഓയിലിന്റെ പ്രൈസ് 40% ആയിട്ട് ഡിക്രീസ് ചെയ്താൽ എത്രയായിരിക്കും കൺസപ്ഷൻ? അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. Then based on the quantity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെല്ലർ ഹാസ് ഡബിൾ ക്വാണ്ടിറ്റി തന്നിട്ട്, അതായത് ഇപ്പോ a man purchased 70 kgs of rice and he sell it at 20% profit and 20% loss. Okay, then at what is the total quantity he sold at 20% loss, അല്ലെങ്കിൽ what is the total profit he incurred on at the total selling of 20% profit. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. Then dishonest measures, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ഹോണസ്റ്റ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് ഒരു 100 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു സാധനത്തിന് പകരം 800 ഗ്രാം വെയിറ്റ് ചെയ്തിട്ടാണ് ആര് കൊടുത്തിരിക്കുന്നത്, ഷോപ്പ് കീപ്പർ സെയിൽ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു സർട്ടൻ പ്രോഫിറ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടാവാം. എങ്കിൽ ആ ഡിസ്ഹോണസ്റ്റ് സെയിൽ നടന്നതിന്റെ മെഷേഴ്സ് എത്രയാണെന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. Then based on variables, ഇതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് സെയിം ഡയറക്റ്റ് നമുക്ക് വാട്ട് ഇസ് ദ സെല്ലിംഗ് പ്രൈസ്, വാട്ട് ഇസ് ദ കോസ്റ്റ് പ്രൈസ് അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഒരു എക്സ് വേരിയബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്തിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരിക. അതായത് ഫണ്ടമെന്റൽസ് അവിടെ പ്രോപ്പർ ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും.
പിന്നെ അടുത്തത് വരുന്നത് എന്താ, ബേസ്ഡ് ഓൺ അതേഴ്സ്, അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ടോപ്പിക്സ് എന്തെങ്കിലും നമ്മൾ ഉണ്ടെങ്കിൽ എല്ലാം ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻസിനകം ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഇതാണ് സബ് ടോപ്പിക്സ് ടു ബി കവേർഡ് അണ്ടർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ, ജസ്റ്റ് സബ് ടോപ്പിക്സ് മാത്രം അല്ലേ. അപ്പൊ എന്താണ് കോസ്റ്റ് പ്രൈസ്, എന്താണ് സെല്ലിംഗ് പ്രൈസ്, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്, എന്താണ് മാർക്കറ്റ് പ്രൈസ്, എന്താണ് ഡിസ്കൗണ്ട് എന്നുള്ളത് ലെറ്റ്സ് ഡിസ്കസ്. ഓക്കെ, സി ഇപ്പോ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ എന്താ, ബൈയിങ് പ്രൈസ്, അതായത് വാങ്ങിയ വിലനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ വിറ്റ വില, അതായത് സം ആർട്ടിക്കിൾ has been bought and some article has been sold അല്ലെ. അപ്പൊ ഏതോ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ഞാൻ വാങ്ങിച്ചു, ആ ഒരു ആർട്ടിക്കിൾ ഞാൻ ഒരാൾക്ക് സെയിൽ ചെയ്തു, ആ സെയിൽ ചെയ്യുന്ന വാല്യൂനാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, എന്താണ് പിന്നെ പ്രോഫിറ്റ്, ഡിസ്കൗണ്ട് പ്രൈസ്, അങ്ങനെയുള്ള ടേംസ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ജസ്റ്റ് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു നോർമൽ വേയിൽ പറയാണ്. ഇപ്പൊ നമ്മള് ഒരു പേന, 10 രൂപന്റെ പേന, ശ്രദ്ധിച്ച്, 10 രൂപന്റെ പേന ഞാൻ 12 രൂപയ്ക്ക് എന്റെ ഫ്രണ്ടിന് കൊടുത്തു അല്ലെ. 10 രൂപന്റെ പേന ഞാൻ 12 രൂപയ്ക്ക് എന്റെ ഫ്രണ്ടിന് കൊടുത്തു. അപ്പൊ ഞാൻ മേടിച്ചത് എത്ര രൂപയ്ക്കാണ്? 10 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. 12 രൂപയ്ക്കല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോ അവിടെ എനിക്ക് എത്ര രൂപയാണ് ലാഭം ഉണ്ടായി, എനിക്ക് എത്ര അധികം കിട്ടിയത്? 2 രൂപ. മനസ്സിലായോ? ഇനി അടുത്തത്, ആ 10 രൂപന്റെ സാധനം ഞാൻ 8 രൂപയ്ക്കാണ് എന്റെ ഫ്രണ്ടിന് കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് അവിടെ എത്രയായിരിക്കും നഷ്ടം വന്നിട്ടുണ്ടാവുക? 2 രൂപ അല്ലെ. അപ്പൊ എനിക്ക് അവിടെ ട്രാൻസാക്ഷനിൽ നടന്നത് ലോസ് ആണ്, നമുക്ക് നഷ്ടമാണ് സംഭവിച്ചത്. അപ്പൊ എന്താണ് ഇതിലേക്ക് പറയുന്ന ടേംസ് എന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഈ 10 രൂപ ബൈയിങ് പ്രൈസിനെയാണ് നമ്മൾ CP എന്ന് പറയുന്നത്. CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, 12 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തത്, ഞാൻ വാങ്ങിച്ച സാധനമാണ് ഞാൻ സെയിൽ ചെയ്തത് അല്ലെ. അപ്പൊ അതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാൻ, ഈ പ്ലസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എനിക്ക് അധികം കിട്ടിയതാണ് അല്ലെ. 10 രൂപന്റെ സാധനം എനിക്ക് 12 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് അധികം 2 രൂപയാണ് ഇൻക്വർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രോഫിറ്റ് എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രാൻസാക്ഷനിൽ പ്രോഫിറ്റ് നടക്കണമെങ്കിൽ അവിടെ സെല്ലിംഗ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം. ഗോട്ട് ഇറ്റ്? ഇനി അതേപോലെ നെക്സ്റ്റ് വൺ, ഇപ്പൊ ഞാനിവിടെ 10 രൂപ, നമുക്ക് 2 രൂപയാണ് ലോസ് എന്ന് പറഞ്ഞു അല്ലെ. ഈ 10 രൂപയായിരിക്കും ഇവിടെ കോസ്റ്റ് പ്രൈസ്, ഇവിടെ 8 ആണ് സെല്ലിംഗ് പ്രൈസ്. ഈ 2 എന്ന് പറയുന്നത് എന്താണ്? ലോസ് ആണ്, നഷ്ടമാണ് നമുക്ക് വരുന്നത്. അപ്പോ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചേ, നമുക്ക് ആകെ 3 കാര്യങ്ങളാണ് ഈ ടോട്ടൽ എന്താണ് പ്രോഫിറ്റ്, ലോസ്, ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ വേണ്ടത്. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. മാക്സിമം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ആയിട്ട് എഴുതാൻ നോക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഇങ്ങനെയും എഴുതാം. ഓക്കെ, ബെറ്റർ നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് എഴുതുന്നത് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നോക്കി, നമ്മളിപ്പോ പറഞ്ഞതുപോലെ കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? SP should be greater than the CP എന്ന് പറഞ്ഞു. പ്രോഫിറ്റിനെ നമ്മൾ പറയുന്ന വേറൊരു പേര് എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ലോസ് ആണെന്നുണ്ടെങ്കിൽ SP should be less than that of the CP എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഇതാണ് SP യും CP യും തമ്മിലുള്ള റിലേഷൻ. ഇനി അടുത്തത് ശ്രദ്ധിച്ചേ, SP യും MP യും തമ്മിലുള്ള റിലേഷൻ. SP യും MP യും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ MP, what is MP? മാർക്കറ്റ് പ്രൈസ്. അപ്പോ അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി നമ്മളിപ്പോ ഓഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് ഒരു ഷോപ്പിൽ പോവാറുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ട് നമ്മൾ ഓഫർ എന്ന് കണ്ട ഉടനെ നമ്മൾ പോവാറുണ്ട്. അപ്പോ നമുക്ക് ആ ഒരു ഡ്രസ്സിന്, ഞാൻ ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ട്രെൻഡ്സിൽ പോയി എന്ന് വിചാരിക്കാം. നമ്മളിപ്പോ ആ ട്രെൻഡ്സിൽ അട്രാക്റ്റീവ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്? 699 rupees എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരുന്നു അല്ലെ. 699 rupees, but 30% has been given as an offer for you sir അല്ലെങ്കിൽ for you madam എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ആ ഓഫറിൽ വീഴും. ആ പറയുന്ന ഓഫർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. 699 എന്ന് പറയുന്നത് അവർ certain പ്രൈസ് ലേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഫിക്സഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് for that particular dress. So that particular dress is not called as
എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് ഇപ്പൊ ഞാൻ പറഞ്ഞു 699 അല്ലെ, പക്ഷെ എനിക്ക് കിട്ടിയത് 499 റുപ്പീസിനാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ആ സെല്ലിംഗ് പ്രൈസ് കടക്കാരനെ സംബന്ധിച്ചിടത്തോളം കടക്കാരൻ എത്ര റുപ്പീസിനാണ് അത് സെയിൽ ചെയ്തിട്ടുണ്ടാവുക? 499 റുപ്പീസിനാണ് അത് സെയിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് ലോസ് അല്ല, ഹി ഗിവൺ എ ഡിസ്കൗണ്ട്. അതാണ് ലോസും ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും ലോസ് എന്ന് പറയുന്നത് എന്തല്ല, ഡിസ്കൗണ്ട് അല്ല. ശ്രദ്ധിച്ചോ? അപ്പോ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു സെർട്ടൈൻ വാല്യൂവിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ അപ്പോ മാർക്കറ്റ് പ്രൈസ് 699 ആണ്, അതിൽ നിന്നും ഞാൻ 499 കൊടുക്കണമെങ്കിൽ 200 will be our discount എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് പറയുന്നത് is equal to market price minus selling price. So here market price should be greater than that of the selling price. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും നമ്മൾ വരുന്ന രണ്ട് വാക്ക്, ഒന്ന് പ്രോഫിറ്റും ഒന്ന് ലോസും, അതായത് ലാഭവും ഒന്ന് നഷ്ടവും അല്ലെ. അപ്പൊ അവിടെ തന്നെ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് പെർസെന്റേജ് എന്താണ്, ലോസ് പെർസെന്റേജ് എന്താണ്? നമുക്ക് ലാഭം കിട്ടി അല്ലെ, നമുക്ക് എത്ര ശതമാനമാണ് ലാഭം കിട്ടിയത് പെർസെന്റേജ് ടേംസിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ പെർട്ടിക്കുലർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസിൽ നിന്നാണ്. നമ്മൾ എത്ര റുപ്പീസിനാണോ ബൈ ചെയ്തത് അതിൽ നിന്നാണ് നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യുക, പ്രോഫിറ്റ് പെർസെന്റേജുമായിട്ട് കമ്പയർ ചെയ്യുക. പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്നും കോസ്റ്റ് പ്രൈസിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ആ ഫോർമുലാസ് പറഞ്ഞു തരാം, ബട്ട് നമുക്ക് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ വിത്തൗട്ട് യൂസിങ് ദ ഫോർമുലാസ് ആയിരിക്കും നമ്മൾ പറയാ. അതായത് നമ്മൾ പറയുന്ന ബേസിക് കൺസെപ്റ്റ് എന്താണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ എടുക്കേണ്ടത് എപ്പോഴും ബൈയിങ് പ്രൈസിൽ നിന്നാണ്, അതായത് കോസ്റ്റ് പ്രൈസിൽ നിന്നാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് ഡിസ്കൗണ്ട് പെർസെന്റേജും. ഡിസ്കൗണ്ട് പെർസെന്റേജ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. നമ്മൾ പറഞ്ഞത് ആദ്യം ഡിസ്കൗണ്ട് എന്തായിരുന്നു, പ്രോഫിറ്റ് എന്തായിരുന്നു, ലോസ് എന്തായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. പിന്നെ ഡിസ്കൗണ്ട് പെർസെന്റേജ് ടേംസിലോട്ട് മാറ്റി. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമുണ്ട്, നമുക്ക് മാർക്ക് അപ്പ് പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് വരും. മാർക്ക് അപ്പ് പെർസെന്റേജ് എന്താ ഈ മാർക്ക് അപ്പ് പെർസെന്റേജ്? കോസ്റ്റ് പ്രൈസിനേക്കാളും ഒരു 200% അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ ഒരു 400 രൂപ 500 രൂപ, ഒന്നില്ലെങ്കിൽ അത് പെർസെന്റേജ് ടേംസിൽ അല്ലെങ്കിൽ അത് വാല്യൂ ടേമില് അധികമായിട്ട് ബൈയിങ് പ്രൈസിനേക്കാളും അധികമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുന്നത്. സോ മാർക്കപ്പ് പ്രൈസിന്റെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, ശ്രദ്ധിക്കുക, മാർക്കപ്പ് പ്രൈസും മാർക്കറ്റ് പ്രൈസും എന്തല്ല ഒന്നല്ല. അത് എന്നും സ്റ്റുഡൻസ് വരുന്ന കൺഫ്യൂഷൻ ആണ്. മാർക്ക് അപ്പ് പെർസെന്റേജ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, പക്ഷെ മാർക്ക് അപ്പ് പെർസെന്റേജ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് വരും? മാർക്കറ്റ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുന്നതാണ് മാർക്കപ്പ് പ്രൈസ്. ദാറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്തിൽ നിന്നാ കാണുന്നത്? കോസ്റ്റ് പ്രൈസ് എന്നാണ് ഞാൻ അധികം എന്ന് പറഞ്ഞത് അല്ലെ. അപ്പം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് നമുക്ക് പറഞ്ഞ മാർക്കപ്പ് പെർസെന്റേജ് എന്ന്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫോർമുല. നമുക്ക് ഓരോരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിത്തൗട്ട് യൂസിങ് ദാറ്റ് ഫോർമുല എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇനി ഇതിൽ തന്നെ ഒരു റിലേഷൻ ഉണ്ട്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവും കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ലോസ് പെർസെന്റേജ് ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലെ. അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസും മാർക്കറ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചോടെ. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എത്രയോ ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ്. അതുപോലെ കോസ്റ്റ് പ്രൈസിൽ നിന്നും എത്രയോ പ്രോഫിറ്റോ അല്ലെങ്കിൽ എത്രയോ ലോസ് കൊടുക്കുന്നതാണ് നമുക്ക് എന്ത് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിലും കോമൺ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലെ. അപ്പൊ മോസ്റ്റ്ലി
പേഴ്സൻറ്റേജ് ടേംസിൽ വരുമ്പോൾ ഒരുപാട് പേര് ഇത് കൺഫ്യൂസ് ആവാറുണ്ട്. അതിനും ഒരു ജസ്റ്റ് ഒരു ലോജിക് വേയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ആദ്യം എന്ന് പറയാം. ഇത് നമ്മൾ ടോട്ടലി വരുന്ന കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, സി ഇപ്പോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയും, പിന്നെ അതിനുശേഷം നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ, ഡോണ്ട് ബൈ ഹാർട്ട് സച്ച് ഫോർമുലാസ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്താൽ ഏത് പ്രോബ്ലവും ഈസി ആവും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം വെയിറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും ഒരു 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ വേർഡ് പ്രോബ്ലത്തിന്റെ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കേസ് ആണ് ഞാൻ പറയുന്നത് ഫോർ ബാങ്ക് എക്സാം. ഓക്കെ, ഫോർ റെയിൽവേ എക്സാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 to 4 ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഏതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. സി ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഇഫ് CP equal to 200. Okay, and the profit is 50. എന്താ തന്നിരിക്കുന്നത്? ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഇഫ് CP equal to 200 and profit equal to 50. അപ്പൊ നമുക്ക് ഉടനെ സ്ട്രൈക്ക് ആയി എന്താണ് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടുമ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്, which is equal to 250 എന്ന്. ഓക്കെ, അതേ സാധനം ഞാൻ എഴുതാണ്. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 200 ആൻഡ് ലോസ് ഈക്വൽ ഈസ് 50. ഫൈൻഡ് ദ SP. അങ്ങനെയാണെങ്കിൽ SP എന്ന് പറയുന്നത് എന്തായിരിക്കും? CP മൈനസ് ലോസിനെയാണ് നമ്മൾ SP എന്ന് പറയാം. ദാറ്റ് ഈക്വൽ ടു 200 മൈനസ് 50 ഈക്വൽ ടു എത്രയാ വരിക? 150. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഇപ്പോ നമ്മൾ ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് നമുക്ക് 250 ആണെന്ന് അറിയാം അല്ലെ. ഈ സെല്ലിംഗ് പ്രൈസിന് പകരം ഇപ്പൊ ഞാൻ ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് തരാം. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെന്റേജ്. പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എത്രയാണ്? 50 ആണെന്ന് അല്ലെ. കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയാം, 200 ആണെന്ന് അറിയാം. സോ 50 is what percentage of 200? എത്ര പെർസെന്റേജ് ആയിരിക്കും വരിക? 25%. അപ്പൊ ഒരിക്കലും പ്രോഫിറ്റ് അല്ല പ്രോഫിറ്റ് പെർസെന്റേജ്. മനസ്സിലാവുന്നുണ്ടോ? പെർസെന്റേജ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ബേസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ എടുക്കേണ്ട ബേസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. ബേസ് പറഞ്ഞാൽ ഡിനോമിനേറ്റർ വാല്യൂ ഷുഡ് ബി ദ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 25% നെഗറ്റീവ്. സെയിം ഇപ്പൊ ഇനി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേ. ഇപ്പൊ ഇവിടെ എത്രയാ വരാം? ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞു. ലോസ് 150 ആണെങ്കിൽ ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് എത്ര വരും? 150 divided by 200 into 100 which is equal to 75% ആണ് ലോസ് പെർസെന്റേജ്. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പോകുമ്പോഴാണ് അതിന് ഓരോ മെത്തേഡ് അല്ല ഉള്ളത്, കൺസെപ്റ്റ് വൈസ് ഡിഫറെന്റ് ആണ് ഉള്ളത്. സോ ഓരോ മെത്തേഡ് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നം അല്ലേ. സോ വി വിൽ ഗൈഡ് യു ഇൻ ഓൾ ദ ക്വസ്റ്റ്യൻ ഹൗ ടു ഹാൻഡിൽ ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻഡിഫറെന്റ്ലി. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. സി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാം എക്സാംസിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതാണ്, അല്ലാതെ നിങ്ങൾക്ക് എന്നും സ്ഥിരമായി കാണുന്ന കുറച്ച് റാൻഡം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യല്ല. ഇത് ബേസിക് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇനി അപ്ലിക്കേഷൻ സംസ് ഓരോ ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ കംപ്ലീറ്റ്ലി എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സി ഹിയർ. ഇനി ഇവിടെ നമ്മൾ പ്രോഫിറ്റ് പേഴ്സൺ നോക്കിക്കേ. ഫൈൻഡ് ദ selling price if profit percentage is given as 25% and selling price is given as 400. നേരെ ട്വിസ്റ്റഡ് ആയി അല്ലേ. അപ്പോഴേ നമുക്ക് തന്നത് വെറും പ്രോഫിറ്റ് മാത്രം. ഇപ്പൊ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോ ഇതിന് നമുക്ക് ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതായത്
selling price equal to 100 divided by 100 plus profit percentage into 100 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് into CP അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്, ലോജിക്കലി തിങ്ക് ചെയ്യുക. ഇപ്പോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് എഴുതി. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 400 ആണ്, പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് 25% ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് ആണെന്ന് അറിയാം. അപ്പോ ഡെഫിനറ്റ്ലി ഒരു പ്രോഫിറ്റ് വാല്യൂ നമുക്ക് ഉണ്ടാവില്ലേ? ആ പ്രോഫിറ്റ് വാല്യൂ എന്താണ് നോക്കുക. ദെൻ സെല്ലിംഗ് പ്രൈസ് എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതിനായിരിക്കും നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. നമ്മൾ പെർസെന്റേജ് ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. 100% എന്ന് പറഞ്ഞാൽ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണമെന്ന്, ഫുൾ വാല്യൂ, ആ തന്നിരിക്കുന്ന ഫുൾ വാല്യൂനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പോ 100% ഈക്വൽ ടു 400 ആണ്. സോ 1% എന്ന് പറയുന്നത് എത്രന്ന് വരും? 4 എന്ന് വരും. സോ 25% എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 100 ആണ്. നോക്കി എത്ര ഈസിലി പെർസെന്റേജും പ്രോഫിറ്റ് ആൻഡ് ലോസും വെച്ച് നമുക്ക് കമ്പയർ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെർസെന്റേജ് വാല്യൂ നന്നായി ബേസ് അറിയണം എന്ന് പറയുന്നത്. ഓക്കെ, സോ 100% ആണ് 400 എങ്കിൽ 1% വിൽ ബി ഈക്വൽ ടു 4 ആണ്. സോ 25% എന്ന് പറയുമ്പോൾ 100 ആണ്, 100 റുപ്പീസ് ആണ്. ഇപ്പോ ഇവിടെ കോസ്റ്റ് പ്രൈസ് 400 റുപ്പീസ് ആണെങ്കിൽ 100 റുപ്പീസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 500 റുപ്പീസ്. Got it? ഇനി എനിക്ക് ഇപ്പൊ പെർസെന്റേജിലല്ല, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രാക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രാക്ഷൻ ടു പെർസെന്റേജ് ആക്കാം, അല്ലെങ്കിൽ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ ആക്കാം എന്ന് പറഞ്ഞിരുന്നു. ബെറ്റർ ഏത് മെത്തേഡാണ് ബെറ്റർ എന്ന് പറഞ്ഞിരുന്നു? പെർസെന്റേജ് ടു ഫ്രാക്ഷൻ ആണ് ബെറ്റർ എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പോ പ്രോഫിറ്റ് പെർസെന്റേജ് നമുക്ക് എന്തെന്ന് അറിയാം? 25% ആണെന്ന് അറിയാം. സോ 25%നെ നമ്മൾ 1/4 എന്ന് കൺസിഡർ ചെയ്തു. 25% ഈക്വൽ ടു 1/4 നമ്മുടെ ബേസ് നമുക്ക് അറിയാവുന്നതെങ്കിൽ ഇതാണ് 1/4. സോ എപ്പോഴും ഞാൻ എന്ത് പറഞ്ഞിരുന്നു നേരത്തെ? പ്രോഫിറ്റ് പെർസെന്റേജ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു. സോ ഈ ഡിനോമിനേറ്റർ വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ശ്രദ്ധിക്കാം, ഡിനോമിനേറ്റർ വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇവിടെ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് പെർസെന്റേജ്, അതായത് പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് 25. സോ ന്യൂമറേറ്റർ വാല്യൂനെ ഞാൻ പ്ലസ് വെച്ച് ഡിനോട്ട് ചെയ്യാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5ഉം 1 എന്ന് പറയുന്നത് പ്രോഫിറ്റും ആയിരിക്കും. ഈ ന്യൂമറേറ്റർ വാല്യൂ 1 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. സോ നമുക്ക് 4 ആണ് 5 ആണ് എന്ന് പറയും. കറക്റ്റ് എക്സാക്ട് വാല്യൂ നമുക്ക് എന്താണെന്നറിയോ? അറിയില്ല. അപ്പോ നമ്മൾ റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്തു. നോക്കി, അപ്പോ 4 യൂണിറ്റ് ആണ് കോസ്റ്റ് പ്രൈസ്. 4 യൂണിറ്റ് നമുക്ക് എത്ര ആണെന്നറിയാം? 4 യൂണിറ്റ് ഈക്വൽ ടു 400 എങ്കിൽ 5 യൂണിറ്റ് എത്രയാണ്? 500. 400 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 ചെയ്താൽ 500 എന്ന് വരും. നമുക്ക് വേണ്ടത് എന്ത് തന്നെയായിരുന്നു? സെല്ലിംഗ് പ്രൈസ് ആയിരുന്നു. സി, അപ്പോ പെർസെന്റേജിലും ചെയ്താലും നമുക്ക് കൺസെപ്റ്റ് ഈസി ആയിരിക്കും, ഫ്രാക്ഷനിൽ ചെയ്താലും നമുക്ക് കൺസെപ്റ്റ് ഈസി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വി ഡിഡ്ന്റ് യൂസ് എനി ഫോർമുലാസ്. ഇത് മൈൻഡിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ. കാരണം 25%ന്റെ വാല്യൂ നമുക്കറിയാം 1/4 എന്ന്. ഓക്കെ, അപ്പൊ 4 യൂണിറ്റ് ആണ് 400 എങ്കിൽ 5 യൂണിറ്റ് എത്ര? 500. സി, അതുപോലെ തന്നെ നമുക്ക് 100% ഫുൾ പെർസെന്റേജ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രാക്ഷൻ അല്ലാതെ 100% ഈക്വൽ ടു 400. സോ വാട്ട് വിൽ ബി ദ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ 125% എന്ന് ഡയറക്റ്റ്ലി അവിടെ ചെയ്താൽ മതി. 100% ആണ് 400 എങ്കിൽ 125% എത്ര? അതായത് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100% ആയിട്ട് എടുത്താൽ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 25%. സോ ടോട്ടൽ 125% വിൽ ബി ദ വാല്യൂ ഓഫ് സെല്ലിംഗ് പ്രൈസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് വിത്തൗട്ട് യൂസിങ് ദ ഫോർമുലാസ് നമ്മുടെ കൺസെപ്റ്റ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നാം. നമുക്കിപ്പോ ഇതേ വാല്യൂനെ ഞാൻ ലോസ് ആണ്, ഇപ്പോ പ്രോഫിറ്റ് പെർസെന്റേജ്
ഈക്വൽ ടു 25. അതായത് 1/4. ഓക്കെ, സോ 4 ആണ് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, 4 ആണ് കോസ്റ്റ് പ്രൈസ് എന്നറിയാം. ഇവിടെ ശ്രദ്ധിച്ച് തന്നിരിക്കുന്നത് ലോസ് പെർസെൻറ്റേജ് ആണ്. സോ ഈ ന്യൂമറേറ്റർ വാല്യൂന്റെ അവിടെ നമ്മൾ മൈനസ് എന്ന് ഡിനോട്ട് ചെയ്യും. മൈൻഡിൽ തന്നെ വിചാരിച്ചാൽ മതി, ഈ മൈനസ് ഡിനോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നു, വി നീഡ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മൈനസ് ചെയ്യാൻ പറയുന്നത്. സോ മൈനസ് വിൽ ബി ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 4 നിന്നും 1 പോയാൽ എത്രയാ വരിക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3. ഇൻ ഓർഡർ ടു മേക്ക് ദ ക്വസ്റ്റ്യൻ മച്ച് ഈസി ആണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വേയിൽ സോൾവ് ചെയ്യാൻ പറയുന്നത്. ഗോട്ട് ഇറ്റ്? സോ 4 യൂണിറ്റ് ആണ് 400 എങ്കിൽ 3 യൂണിറ്റ് എത്ര? 300. ഓക്കെ, ഇനി നമ്മൾ പെർസെന്റേജ് വാല്യൂല് കംപ്ലീറ്റ്, ഇത് ഫ്രാക്ഷൻ വാല്യൂ അല്ലെ. ഇനി പെർസെന്റേജ് വാല്യൂലോട്ട് ചെയ്യുമ്പോഴോ നോക്കിയേ, 100% ആണ് 400 എന്ന് നമുക്കറിയാം. ഇനി സെല്ലിംഗ് പ്രൈസും ലോസും ആണ്. സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ആണെന്ന് അറിയാലോ. നമ്മൾ കോസ്റ്റ് പ്രൈസിനെ 100% ആയിട്ട് കൺസിഡർ ചെയ്താൽ ലോസ് പെർസെന്റേജിനെ എത്രയായിട്ട് കൺസിഡർ ചെയ്യുക? 25%. സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 100% മൈനസ് 25%, which will be equal to 75%. See, 400 എന്ന് പറയുന്നത് 100% ആണെങ്കിൽ 75% എത്രയായിരിക്കും? 300. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പെർസെന്റേജ് കൺസെപ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ പെർസെന്റേജ് കൺസെപ്റ്റിനെ തന്നെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എടുത്താൽ ഫ്രാക്ഷൻ വാല്യൂ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ജസ്റ്റ് ഇപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാണ്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ്, ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഫൈൻഡ് ദ, ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ടാണ് രണ്ടും ഡിനോട്ട് ചെയ്തത്. നമുക്ക് സെല്ലിംഗ് പ്രൈസിന് പകരം കോസ്റ്റ് പ്രൈസ് വെച്ച് ചെയ്ത് നോക്കാം. അതും ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഓക്കെ, കോസ്റ്റ് പ്രൈസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? സി, ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഇഫ് ഞാൻ ഓക്കെ, ഇഫ് ദ പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു 20% ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 600. ഓക്കെ, ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഇഫ് loss percentage equal to 20%, find the cost price. Okay, then SP equal to 600. Okay, ഒരേ question but profit percentage loss percentage മാറ്റി. Okay, എങ്ങനെയായിരിക്കും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക? 2% equal to cost price ആണെന്ന് അറിയാം. ഇവിടെ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലേ? നോക്കിയേ, ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഗിവൺ ആസ് 600. സോ സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് അറിയാം നമുക്ക്? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണെന്ന് അറിയാം. ബട്ട് ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് 100% ആണെന്ന് അറിയാം, ബട്ട് അതിന്റെ വാല്യൂ അറിയില്ല. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 100 പ്ലസ് 20%. അതായത് 120% ആണ് 600 എങ്കിൽ 100% എത്രയായിരിക്കും വരിക? 600 120 ആണെങ്കിൽ 100 will be equal to 500. ഓക്കെ, ഇനി ഇത് ഫ്രാക്ഷനിൽ ചെയ്ത് നോക്കി. 20% എന്ന് പറയുമ്പോൾ 1/5 ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവൻ ദോ ഇവിടെ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിലും എപ്പോഴും ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ദ ബേസ് ഷുഡ് ബി ഓൾവേസ് എന്തായിരിക്കണം? കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം. സോ 5 യൂണിറ്റ് ഇസ് കോസ്റ്റ് പ്രൈസ്. ഈ 1 എന്ന് പറയുന്നത് പ്ലസ് 5 എന്ന് പറയുമ്പോൾ എന്താ? അവിടെ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ആയതുകൊണ്ടാണ് +1 എന്ന് എടുത്തത്. സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 6. സോ 6 യൂണിറ്റ് ആണ് 600. സോ 5 യൂണിറ്റ് എന്ന് പറയുന്നത് 500. നോക്കിയേ, കമ്പാരിറ്റീവ്ലി പെർസെന്റേജിനേക്കാളും ടോട്ടൽ വാല്യൂനേക്കാളും നമുക്ക് ഫ്രാക്ഷൻ വാല്യൂ ആണ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തത് അല്ലെ. അതേപോലെ തന്നെയാണ് ലോസ് പെർസെന്റേജും. സി, ലോസ് പെർസെന്റേജില് 1/5 എന്ന് പറഞ്ഞു അല്ലെ. ഞാൻ ആദ്യം ഫ്രാക്ഷൻ ചെയ്യാം. 1/5 ആണ് കോസ്റ്റ് പ്രൈസ്. ഇവിടെ ലോസ് ആണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 4. സോ 4 യൂണിറ്റ് ആണ് 600 എങ്കിൽ എന്താണ് തന്നിരിക്കുന്നത്? 5 യൂണിറ്റ് എത്രയായിരിക്കും വരിക? 750. അതായത് 600 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 എന്ന് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് അത് പെർസെന്റേജിലോട്ട് ചെയ്ത് നോക്കാം. സോ 100% ആണ് കോസ്റ്റ് പ്രൈസ് എന്നറിയാം. ഇവിടെ ലോസ് ആയതുകൊണ്ട് 100
മൈനസ് 20% ആയിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ്. ഓക്കെ, സോ 80% ആണ് 600 എങ്കിൽ 100% എത്രയായിരിക്കും വരിക? 600/80 into 100 which will be equal to, see ഇവിടെ 4 പോയാൽ ഇവിടെ 2 5 150 that equal to 750 എന്ന് വന്നു. ഓക്കെ ആണോ? സോ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെന്റൽസ് ആണ്, കംപ്ലീറ്റ് ഫണ്ടമെന്റൽസ്. ഓക്കെ, അപ്പൊ ബേസിക് ക്ലിയർ ആക്കുക. ഇനി വരുന്ന സബ് ടോപ്പിക്കിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ സമ്മിനകത്ത് നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഈ എടുക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഇഫ് ഇറ്റ് സീംസ് ടു ബി യൂസ്ഫുൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.